നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലോകത്തെ 1% വരുന്ന ആളുകൾ മാത്രം ബാക്കി 99% പണവും കൈവശം വെച്ചിരിക്കുന്നത്? അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കഴിവുള്ളതുകൊണ്ടാണോ, അതോ അവർ നിങ്ങളെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണോ? അവർക്ക് ഒരു രഹസ്യം അറിയാം. പണം എന്നത് കഷ്ടപ്പെട്ട് പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന രഹസ്യം. 2400 വർഷങ്ങൾക്ക് മുൻപ് അഖണ്ഡ ഭാരതത്തിന്റെ ചക്രവർത്തിയെ സൃഷ്ടിച്ച ചാണക്യൻ തന്റെ ഗൂഢതന്ത്രങ്ങളിൽ ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ കുറച്ച് മിനിറ്റിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ ഞാൻ പൊട്ടിച്ചെറിയാൻ പോവുകയാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളെ പണത്തെ ആകർഷിക്കുന്ന കാന്തങ്ങളാക്കി മാറ്റാൻ ചാണക്യൻ പഠിപ്പിച്ച ആ വിദ്യകൾ ഇതാ വെളിപ്പെടുത്തുന്നു. കണ്ണുകൾ അടയ്ക്കേണ്ടതില്ല, പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എന്റെ ഈ വാക്കുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കടബാധ്യതകൾ, അവയൊന്നും നിങ്ങളുടെ വിധിയല്ല. അതൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ അറിയാതെ പതിഞ്ഞുപോയ തെറ്റായ ചിന്തകളാണ്. ആധുനിക ലോകം ഇതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നു. ചാണക്യൻ പറയുന്നു, മനഃപൂത സമാചരിൽ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി പണത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് മാറുമ്പോൾ ലോകത്തെ സകല സമ്പത്തും നിങ്ങളെ തേടി വരാൻ നിർബന്ധിതമാകും. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല, നിങ്ങളൊരു മണി മാഗ്നറ്റായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാനുള്ള ഈ വലിയ ദൗത്യത്തിൽ ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ദാരിദ്ര്യം പടിയിറങ്ങാൻ പോകുകയാണ്. ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ തന്നെ അംഗമാവുക. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇത് വെറുമൊരു ക്ലിക്കല്ല, നിങ്ങളുടെ സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കലാണ്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ഐ എം റെഡി എന്ന് ഉറക്കെ ടൈപ്പ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കെ തന്നെ ഒരു കാര്യം സങ്കല്പിക്കുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. നിങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്ത അത്രയും വലിയൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു. നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഈ നിമിഷം അപ്രത്യക്ഷമായിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ആ ആശ്വാസം. നിങ്ങളുടെ നെഞ്ചിലെ ആ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നില്ലേ? നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്തെ ആ പുഞ്ചിരി, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ നല്ല ജീവിതം, ഇതൊന്നും ഇനി വെറും സ്വപ്നമല്ല. നിങ്ങൾ ആഗ്രഹിച്ച ആ വീട്, നിങ്ങൾ ഓടിക്കാൻ കൊതിച്ച ആ വാഹനം, ലോകത്തിന്റെ ഏത് കോണിലേക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത് നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ഒരു തരിപ്പ്, ആ ഒരു ആവേശം, അതാണ് ചാണക്യൻ പറഞ്ഞ സങ്കല്പത്തിന്റെ ശക്തി. ആധുനിക ശാസ്ത്രം ഇതിനെ ഡോപ്പമിൻ എന്ന് വിളിക്കുന്നു. പണം കൈവശമുള്ളപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അതേ സന്തോഷം ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ധനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ സമൃദ്ധി അർഹിക്കുന്നു. നിങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടവരല്ല. പ്രപഞ്ചത്തിന്റെ അനന്തമായ ഖജനാവ് നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ അനുഭവം ഒരു തുടക്കം മാത്രമാണ്. ഈ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഫീലിംഗിനെ ലോക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ ഐ എം അബൻഡൻ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാഗ്യത്തെ സീൽ ചെയ്യട്ടെ. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലേ? എപ്പോഴും കടബാധ്യതകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കുട്ടിക്കാലം മുതൽ ആരോ എഴുതിച്ചേർത്ത ചില തെറ്റായ പ്രോഗ്രാമുകളുണ്ട്. പണം എല്ലാ തിന്മകളുടെയും മൂലമാണ്. പണക്കാരാകാൻ കള്ളത്തരം കാണിക്കണം. നമ്മുടെ വിധിയിൽ പണമില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മതിൽ തീർത്തിരിക്കുകയാണ്. ചാണക്യൻ പറയുന്നു, ആത്മാജയ പരമം ജയ. നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാതെ നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു കൃഷിഭൂമി പോലെയാണ്. അവിടെ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് വിളയും. നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ വിത്തുകൾ വിതച്ചാൽ എത്ര കഠിനാധ്വാനം ചെയ്താലും ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവൂ. ഈ നിമിഷം നമുക്ക് ആ പഴയ വിത്തുകൾ പിഴുതെറിയാം. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുക. പണം നല്ലതാണ്. സമ്പന്നനാകുന്നത് എന്റെ അവകാശമാണ്. പ്രപഞ്ചം എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നു. ഈ പുതിയ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയും. നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ലോകം. ചാണക്യ നീതി പ്രകാരം ഒരു രാജാവിനെ പോലെ ചിന്തിക്കുന്നവനെ ഒരു രാജാവാകാൻ കഴിയൂ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യ ചിന്തകളെ ഇന്നിവിടെ കുഴിച്ചുമൂടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ കമന്റ് ബോക്സിൽ ഐ ഡിലീറ്റ് പോവർട്ടി മൈൻഡ്സെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പഴയ ചിന്തകൾ ഇവിടെ അവസാനിക്കട്ടെ. പുതിയൊരു സാമ്പത്തിക യുഗം തുടങ്ങട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ വെറും വായുവാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വാക്കുകൾക്ക് ജീവനുണ്ട്. അവയ്ക്ക് പദാർത്ഥങ്ങളെ മാറ്റാൻ കഴിയും. ചാണക്യൻ പറയുന്നു, വാചം മധുരിയത്. നിങ്ങളുടെ വാക്കുകൾ തേൻ പോലെ മധുരമുള്ളതാക്കുക. കാരണം അവ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം നോക്കൂ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ് ജപ്പാനിലെ ഡോക്ടർ ഇമോട്ടോയുടെ പരീക്ഷണം. ഒരു പാത്രം വെള്ളത്തിന് മുന്നിലിരുന്ന് നിങ്ങൾ സന്തോഷം, സമ്പത്ത്, നന്ദി എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ആ വെള്ളത്തിലെ തന്മാത്രകൾ മനോഹരമായ വജ്രതുല്യമായ ക്രിസ്റ്റലുകളായി മാറുന്നു. എന്നാൽ അതേ വെള്ളത്തോട് നിങ്ങൾ ദേഷ്യപ്പെടുകയോ ദാരിദ്ര്യം എന്ന് പറയുകയോ ചെയ്താൽ അത് വിരൂപമായ രൂപങ്ങളായി മാറുന്നു.
നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. നിങ്ങൾ എപ്പോഴും എനിക്ക് പണമില്ല, ഞാൻ ദരിദ്രനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വെള്ളത്തെ നിങ്ങൾ വിഷമയമാക്കുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ ഭക്ഷണത്തിന് മുൻപ് മന്ത്രം ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചതും ഇതിനാണ്. ഭക്ഷണത്തോടും വെള്ളത്തോടും സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഓരോ തരി ഭക്ഷണവും കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് സമ്പത്തിന്റെ സന്ദേശം എത്തിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാഗ്യത്തെ നിർമ്മിക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റാൻ ചാണക്യൻ നിർദ്ദേശിച്ച ചില പ്രായോഗിക കർമ്മങ്ങളാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം സമാനമായവയെ ആകർഷിക്കുന്നു. പണത്തെ ആകർഷിക്കാൻ നിങ്ങൾ പണത്തിന്റെ ഫ്രീക്വൻസിയിലായിരിക്കണം. 1. പേഴ്സിലെ ഐശ്വര്യം. നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ എന്താണ് വെക്കാറുള്ളത്? പഴയ ബില്ലുകൾ, കടം വാങ്ങിയ രസീതുകൾ. ചാണക്യൻ പറയുന്നു, അശുചി ദാരിദ്ര്യ കാരണം. അഴുക്കുള്ളതും അനാവശ്യവുമായ കാര്യങ്ങൾ പേഴ്സിൽ വെക്കുന്നത് പണത്തിന്റെ ഒഴുക്കിനെ തടയുന്നു. ചാണക്യതന്ത്രം. നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും കുറച്ച് പുതിയ നോട്ടുകൾ അടുക്കി വെക്കുക. പണം പണത്തെ വിളിക്കും. LOA കണക്ഷൻ. നിങ്ങൾ പേഴ്സ് തുറക്കുമ്പോൾ എന്റെ കയ്യിൽ പണമുണ്ട് എന്ന സന്ദേശമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നത്. 2. ജലദർശനം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുക്കുക. അതിലേക്ക് നോക്കി സമൃദ്ധി എന്നിലേക്ക് ഒഴുകുന്നു എന്ന് 5 തവണ പറയുക. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ മാനസിക ദൃഢതയ്ക്കായി പഠിപ്പിച്ചിരുന്ന വിദ്യയാണിത്. ഈ വെള്ളം കുടിക്കുമ്പോൾ ആ സന്ദേശം നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും പടരുന്നു. 3. ആദ്യത്തെ പങ്ക്. ചാണക്യ നീതി പ്രകാരം സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ദാനത്തിനായി മാറ്റിവെക്കണം. നൽകുന്നവന് മാത്രമേ സ്വീകരിക്കാൻ യോഗ്യതയുള്ളൂ. LOA കണക്ഷൻ. എനിക്ക് നൽകാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ ഒരു ധനികനായി അടയാളപ്പെടുത്തുന്നു. കൂടുതൽ പണം നൽകാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നു. രാത്രി 9 മണിക്കും 11 മണിക്കും ഇടയിലുള്ള സമയം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. ആ സമയത്ത് ദാരിദ്ര്യത്തെക്കുറിച്ചോ കടത്തെക്കുറിച്ചോ സംസാരിക്കരുത്. ചാണക്യൻ രാത്രിയിൽ ശാന്തമായ ധ്യാനം നിർദ്ദേശിക്കുന്നു. കണ്ണുകൾ അടച്ച് വരാനിരിക്കുന്ന വലിയൊരു ധനലാഭത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ ആവേശത്തോടെ ഉറങ്ങാൻ പോകുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സ് ആ പണത്തെ കണ്ടെത്താനുള്ള വഴി തിരിയുകയായിരിക്കും. ചാണക്യൻ തന്റെ തന്ത്രങ്ങൾ താളിയോലകളിൽ കുറിച്ചു വയ്ക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എഴുതപ്പെടുന്ന വാക്കുകൾക്ക് പ്രപഞ്ചത്തിൽ വലിയ ശക്തിയുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെൽത്ത് സ്ക്രിപ്റ്റിംഗ് എന്ന വിദ്യയാണ്. ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന രീതിയിൽ എഴുതുക. എനിക്ക് പണം വേണം എന്നല്ല എഴുതേണ്ടത്, പകരം എന്റെ കൈവശം ഇത്ര രൂപയുണ്ട്, അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് എന്നെഴുതുക. ചാണക്യ നീതി പ്രകാരം ഒരു കാര്യം നടന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നവനെ അത് നേടിയെടുക്കാൻ കഴിയൂ. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള കരാറാണ്. ഈ പേപ്പർ നിങ്ങളുടെ തലയണയ്ക്കടിയിലോ പേഴ്സിലോ സൂക്ഷിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നിങ്ങൾ എഴുതി കഴിഞ്ഞോ എങ്കിൽ അത് പ്രപഞ്ചത്തിൽ ഉറപ്പിക്കാൻ കമന്റ് ബോക്സിൽ ഇറ്റ് ഈസ് ഡൺ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിജയം ഇവിടെ എഴുതപ്പെട്ടു കഴിഞ്ഞു. പണത്തിനൊരു ഗന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഐശ്വര്യം എപ്പോഴും ശുദ്ധവും സുഗന്ധപൂരിതവുമായ ഇടങ്ങളിലേക്കേ വരൂ. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ ചന്ദനത്തിന്റെയോ ഏലക്കയുടെയോ സുഗന്ധം നിറയുന്നത് പണത്തിന്റെ വൈബ്രേഷനെ ആകർഷിക്കും. ദാരിദ്ര്യം വസിക്കുന്നത് ദുർഗന്ധമുള്ളതും വൃത്തിയില്ലാത്തതുമായ ഇടങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ ചന്ദനത്തിരിയോ കുന്തിരിക്കുമോ പുകയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുകയും നിങ്ങളുടെ മനസ്സിനെ മണി ഫ്രീക്വൻസിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഇത് കേവലം ആചാരമല്ല, നിങ്ങളുടെ മൂഡും വൈബ്രേഷനും മാറ്റി ഉപബോധ മനസ്സിനെ ഉണർത്താനുള്ള ശാസ്ത്രീയമായ വഴിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ചു മിനിറ്റ് നിങ്ങൾ വെറുതെ ഒരു വീഡിയോ കാണുകയായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയായിരുന്നു. ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭാഗ്യം നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ആ ഉപബോധ മനസ്സിന്റെ രഹസ്യങ്ങളും ചാണക്യ തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പേഴ്സും അക്കൗണ്ടും മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളും ഇന്നു മുതൽ സമ്പന്നമാകാൻ പോകുന്നു. ഈ അറിവ് ഇവിടെ അവസാനിക്കുന്നില്ല. സമൃദ്ധിയിലേക്കുള്ള ഈ യാത്രയിൽ എപ്പോഴും നിങ്ങൾക്ക് വഴികാട്ടിയായി ഞാൻ കൂടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആ പോസിറ്റീവ് എനർജി എന്നും നിലനിർത്താൻ നമ്മുടെ ഈ ഒരു വലിയ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ അംഗമാവുക. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യുക. ഇത് വെറുമൊരു സബ്സ്ക്രിപ്ഷൻ അല്ല, പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പാണ്. ഓർക്കുക, പണം നിങ്ങളെ തേടി വരികയാണ്. അതുവരെ പോസിറ്റീവായിരിക്കുക, സമൃദ്ധിയിൽ വിശ്വസിക്കുക. നന്ദി, നമസ്കാരം.